നമസ്കാരം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം 2 വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ചീറ്റിംഗ് സ്റ്റാർ, അതായത് നമ്മുടെ സൈക്കിൾ ചക്ര. ഈ സൈക്കിൾ ചക്രയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ ആണ് നമ്മൾ അതിൽ പ്രതിപാദിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ വെയ്ഗായിട്ട് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് അത് എന്തൊക്കെയോ മനസ്സിലായി എന്ന് എനിക്ക് തോന്നി, കമൻസിലൂടെയും അതേപോലെ വന്ന റെസ്പോൺസിലൂടെയൊക്കെ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു ഇൻഡെപ്തായിട്ട് നമ്മൾ ഓരോ ആസ്പെക്റ്റും ഡിസ്കസ് ചെയ്താലോ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, നമ്മുടെ വീട് പണിയും അതേപോലെ നമ്മുടെ അക്കാഡമി നമ്മളൊരു വേറെ സ്ഥലത്തേക്ക് മാറ്റുകയാണ്. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് അവിടെ അകത്തിരുന്ന് വീഡിയോ ചെയ്യുന്ന പരിപാടി കുറച്ച് നാളത്തേക്ക് പറ്റത്തില്ല. എത്ര നാൾ നീളുമെന്ന് എനിക്കറിയില്ല, വീട് പണി കഴിയണം. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് എല്ലാം നമുക്ക് കാറിലൂടെ തന്നെയൊക്കെ ആയിരിക്കും മോസ്റ്റ്ലി പറ്റുക. ഓക്കെ, അതുകൊണ്ട് നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യണം. ശരി, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്. സൈക്കിൾ ചക്ര എന്ന് പറയുന്ന സ്വാധിഷ്ഠാന ചക്രത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ, ഒരു വ്യക്തി അയാൾ ആഗ്രഹിക്കുന്ന മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസിനെ എല്ലാം തടയുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളെല്ലാം ഈ സ്വാധിഷ്ഠാന ചക്രവുമായിട്ടാണ് ഏറ്റവും കൂടുതൽ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഇത് ബാലൻസ്ഡ് അല്ലെങ്കിൽ അത് ബ്ലോക്ക് ആണെങ്കിൽ ആ ബ്ലോക്കിനുള്ള കാരണങ്ങൾ അറിയണം. അതേപോലെ തന്നെ അതിനൊരു ആസ്പെക്റ്റ് അല്ല ഉള്ളത്. ഒരു വിഷയത്തിന് ഒരുപാട്, അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങളോട് എല്ലാവരോടും ഞാൻ വീഡിയോ ചെയ്യുന്ന കാലം തൊട്ട് പറയുന്നത്, നമ്മളെല്ലാവരും ഒന്നല്ല. കാണുമ്പം ഒരു ഫോമിലാണെന്ന് തോന്നിയാലും ആ ഓരോ ഫോമും വർക്ക് ചെയ്യുന്നത് ഓരോ ഫോർമാറ്റില്ല. അപ്പോൾ ഒരേ ഫോമിലിരിക്കുന്ന പല രീതിയിൽ വർക്ക് ചെയ്യുന്നൊരു ഡിവൈസിനെ അത് ഓരോരുത്തരും മനസ്സിലാക്കേണ്ട രീതിയിൽ ഓരോരുത്തരും അവനവനെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അതിൽ നിന്ന് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളൊരു സ്പിരിച്വൽ സിലബസ് അല്ല ഫോളോ ചെയ്യേണ്ടത്, മറിച്ച് സ്പിരിച്വാലിറ്റിയാണെന്ന്. കാരണം സ്പിരിച്വൽ സിലബസ് എന്ന് പറയുന്നതും ഒരു ലിഖിതമായിട്ടുള്ള ഒരു ബുക്കിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാക്കിലൂടെ ആരെങ്കിലും പറഞ്ഞൊരു കാര്യത്തിലൂടെ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്യുന്നതാണ് ഈ സിലബസ് അനുസരിച്ച് പോകാന്ന് പറയുന്നത്. നേരെ മറിച്ച് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവനവൻ ചെയ്യേണ്ടത്. ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യണ്ട, നിങ്ങൾ ചെയ്യേണ്ടത് ഞാനും ചെയ്യണ്ട. ആ ബോധ്യമാണ് നമുക്കുണ്ടാവേണ്ടത്. അപ്പോൾ ആ ബോധ്യത്തിലേക്ക് നയിക്കണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു. കടം മാറാനുള്ള വീഡിയോസ്, അല്ലെങ്കിൽ സാമ്പത്തികം ഉയർത്താനുള്ള വീഡിയോസ്. ഇനി അതിൽ തന്നെ സമ്പത്തിനെ കുറിച്ച് പലരും ഭയങ്കര ഓർഗാനിക്കലി ഇപ്പം നമുക്ക് കിട്ടുന്ന ഒരു വരുമാനത്തെ എങ്ങനെ ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ അതിനെ യൂട്ടിലൈസ് ചെയ്യാം, ഇങ്ങനെ ഒരുപാട് മണി മാനേജ്മെൻറ്റ് വീഡിയോസ്. ഈ കണ്ട വീഡിയോസും കാര്യങ്ങളും ഒക്കെ സംഭവിച്ചിട്ടും എന്തുകൊണ്ടാണ് മെജോറിറ്റി ആൾക്കാർക്കും ലൈഫിലേക്ക് പണം വരാത്തത്? ഇതിനാണ് ഉത്തരം ലഭിക്കേണ്ടത്. അതിൻ്റെ കാരണം നിങ്ങളുടെ ഫണ്ട് മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ ഫണ്ട് നിങ്ങൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതൊന്നും അല്ല ഘടകം. ഫണ്ട് വരുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കുറേ പൈസ സേവ് ചെയ്ത് വെച്ചാൽ പണക്കാരനാവാൻ പറ്റില്ല. കുറേ പണം ഇൻവെസ്റ്റ് ചെയ്താൽ പണക്കാരനാവാൻ പറ്റില്ല. മണി ഫ്ലോ ഉണ്ടാവണം. മണി ഫ്ലോ എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജിയിലാണ്, നിങ്ങളുടെ ഊർജത്തിലാണ്. നിങ്ങളുടെ ഊർജം വീക്കാക്കുന്ന എല്ലാ ഘടകങ്ങളിലൂടെയും നിങ്ങൾ കടന്നു പോയിട്ട് പണം വരണമെന്ന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത്, നിങ്ങൾ റൈറ്റ് ചെയ്തെന്ന് പറഞ്ഞാലോ, നിങ്ങൾ വിഷ്വലൈസ് ചെയ്തെന്ന് പറഞ്ഞാലോ പണം വരില്ല. അവിടെ ഓരോ വ്യക്തികളും പണം വരുന്ന അവരുടെ അവരുടെ ജീവിതശൈലി, അവരുടെ ആക്ഷൻസ്, അവരുടെ കർമ്മ, ഇതെല്ലാം ഘടകങ്ങളാണ്. അപ്പോൾ ഇതിനെ ഓരോ വ്യക്തിയും അവനവൻ്റെ എന്താണ്, എൻ്റെ പാറ്റേൺ എന്താണ്, ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കി ചെയ്തെങ്കിലേ, അതിനനുസരിച്ച് ആക്ഷൻസ് എടുത്തെങ്കിലേ ആ ചക്രയിലുള്ള ബ്ലോക്കേജ് മാറത്തുള്ളൂ. ആ ബ്ലോക്കേജ് മാറി അത് ബാലൻസ്ഡ് ആവത്തുള്ളൂ. ആ ബാലൻസിലൂടെ പണം വരത്തുള്ളൂ. ഞാൻ പറയുന്ന പണം എന്ന് പറയുന്ന ഒരു ഘടകത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. എല്ലാവർക്കും പണമാണല്ലോ ആവശ്യം, എല്ലാവർക്കും വേണ്ടത് പണം, അതിനകത്ത് ഒരു തർക്കവും. ഈവൻ സ്പിരിച്വൽ ഓർഗനൈസേഷൻസിലും പണം തന്നെയാണ് അൾട്ടിമേറ്റ്. ഒരു ദൈവം പറഞ്ഞിട്ടില്ല പണം വേണ്ടാത്ത കാര്യമാണെന്ന്. പിന്നെ സ്പിരിച്വാലിറ്റി പറയുന്നത് എന്തിനാ, പണത്തെക്കുറിച്ച് പറയുന്നത് എന്തിനാണ് എത്തിസ്റ്റുകൾ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇതിൻ്റെയൊക്കെ മൂല കാരണം
എനർജി ഹൈ ആണെങ്കിൽ ആ വ്യക്തിക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടും. പ്രകൃതി അങ്ങനെയാണ്. നിങ്ങളുടെ എനർജി എന്തോ അതനുസരിച്ചുള്ളതാണ് നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത്. അല്ലാതെ എനർജി വീക്കാക്കി നിർത്തിയിട്ട് നിങ്ങളുടെ അപ്പർ ചക്ര ചിലർക്ക് ഭയങ്കര ആക്ടിവേറ്റ് ആയിരിക്കും, ലോവർ ചക്ര വീക്ക് ആയിരിക്കും. ചിലർക്ക് ലോവർ ചക്ര ആക്ടിവേറ്റ് ആയിരിക്കും, അപ്പർ ചക്ര വീക്ക് ആയിരിക്കും. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനെയും പെർഫെക്റ്റ് റേഷ്യോയിലോട്ട് കൊണ്ടുപോകാനുള്ള ഒരു യാത്രയാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. അല്ലാതെ കുറേ പേര് ട്വിൻ ഫ്ലെയിമിൻ്റെ പുറകെ ഓടുന്നു, കുറേ പേര് പണത്തിൻ്റെ പുറകെ ഓടുന്നു. ഇതൊക്കെ ഓടിയിട്ട് എന്തുകൊണ്ടാണ് നടക്കാത്തത്? ചിലർ എന്താ പറയുന്നത്, ആസ്ട്രോളജിയുടെ തന്നെ പല വിഭാഗങ്ങളായിട്ടുള്ള പല റീഡിങ്സിലേക്ക് പോകുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൈ വരച്ചേക്കുന്ന അനുസരിച്ച് ജീവിതം വരാൻ പോകുന്നെങ്കിൽ പിന്നെ നമ്മൾ ഈ ബലം പിടിക്കേണ്ട കാര്യമുണ്ടോ? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പം ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ ഒക്കെ പ്രശ്നം മൂല കാരണം അജ്ഞതയാണ്. ബേസിക്കലി മനസ്സിലാക്കുക, ഈ ലോകത്ത് നിങ്ങൾ രക്ഷപ്പെടാനുള്ള ഏത് കാര്യത്തിലും നിങ്ങളുടെ നോളജിലൂടെ സംഭവിക്കത്തുള്ളൂ. വേറെ ഒരു അത്ഭുതവും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ കേപ്പബിലിറ്റി അനുസരിച്ചിരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഹാൻഡ്സ്. നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് ഉണ്ട്, ആ പ്രൊഡക്റ്റ് നിങ്ങൾ വിൽക്കണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങാൻ വ്യക്തികൾ വേണം. ആ വ്യക്തികളെ നിങ്ങൾക്ക് എത്രമാത്രം ലഭിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ എനർജി ആണെന്നായി പറഞ്ഞു വരുന്നത്, അല്ലാണ്ട് വേറെ കാര്യമല്ല. നിങ്ങൾ എത്ര എഫിഷ്യൻ്റ് ആണെന്ന് പറഞ്ഞാലും, നിങ്ങൾക്ക് എന്തുമാത്രം കഴിവുണ്ടെന്ന് പറഞ്ഞാലും, ആ കഴിവിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാലും അത് വാങ്ങാൻ ആളില്ലെങ്കിലോ? നിങ്ങളുടെ അപ്പർ ചക്ര അത്രയും ആക്ടിവേറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റി. പക്ഷെ നിങ്ങളുടെ ലോവർ ചക്ര വീക്ക് ആയതുകൊണ്ട് ആ പ്രൊഡക്റ്റ് വാങ്ങാൻ ആളില്ലെങ്കിൽ നിങ്ങൾ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? ദാറ്റ്സ് എ ട്രൂത്ത്. ഞാനിതാ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ, ഇതിലേക്ക് കാര്യങ്ങളെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സൈക്കിൾ ചക്രയുടെ തന്നെ ഏറ്റവും ബേസിക് ഘടകം അത് എന്തുകൊണ്ടാണ് ഞാനത് ചിന്തിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ ഇത് ഞാൻ എൻ്റെ റിസർച്ചിലൂടെ ഞാൻ മനസ്സിലാക്കിയ പെർസ്പെക്റ്റീവ്സ് ആണ്. ഇതല്ല അത് നിങ്ങൾക്ക് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആലോചിച്ചെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. കാരണം ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞ പലരും പുച്ഛിച്ചു. ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്ന് എല്ലാവർക്കും ഏകദേശം മനസ്സിലായി വരുന്നുണ്ട്. എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഞാൻ ഈ പറയാൻ പോകുന്ന പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ആദ്യം കേൾക്കുമ്പോൾ അപരിചിതമായിട്ട് തോന്നാം. പക്ഷെ പോകെ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത്, മനുഷ്യനുണ്ടായ കാലം മുതൽ അല്ലെ മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ആസക്തികളിലൊന്നാണ് കാമാസക്തി എന്ന് പറയുന്നത്. അവന് ഈ പറയുന്ന ക്രിയേറ്റീവായിട്ടുള്ളതിനേക്കാളുപരി, അത് ഞാൻ പറയുന്ന ഒരു എവല്യൂഷൻ്റെ കാലം കൊണ്ട് നിങ്ങൾ നോക്കിയാൽ മതി. അവന് ഈ പറയുന്ന പോലെ വിശപ്പ് മാറണം, എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ജോലി ചെയ്യണമെന്ന് ചിന്തിക്കുന്നവരൊന്നും ഉണ്ട്. അങ്ങനൊന്നും അല്ലായിരുന്നല്ലോ നമ്മുടെ ഒരു പൂർവികരുടെ ഒരു വരവ് എന്നൊക്കെ പറയുന്നത്. അവന് ഭോഗിക്കണം, സുഖിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ഒരു വെയിലോട്ട്, നമ്മുടെ ഒരു പൂർവികമായിട്ടുള്ളൊരു വെയിലൂടെ സംഭവിച്ചത്. പിന്നീട് അതനുസരിച്ച് ഓരോ മാറ്റങ്ങൾ, ഇപ്പം പണം വരണമെന്നുണ്ടെങ്കിൽ ഞാൻ പണിയെടുക്കണം, അല്ലെങ്കിൽ പണിയെടുത്തെങ്കിലേ പണം വരത്തുള്ളൂ, ഇങ്ങനെയൊക്കെയുള്ള ഓരോ സിസ്റ്റം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ അതനുസരിച്ച് ഓരോന്നുണ്ടാക്കി വെച്ചേക്കുന്ന ഓരോ മനുഷ്യന്മാർ തന്നെയാണ്. അല്ലാണ്ട് ഇതല്ലായിരുന്നു നമ്മുടെ റുട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സെക്ഷൽ എനർജിയാണ് സൈക്കിൾ ചക്രയെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, വേറൊരു എനർജിയുമല്ല, അല്ലെങ്കിൽ വേറൊരു ഘടകങ്ങളുമല്ല. അപ്പോൾ സെക്ഷൽ എനർജിയാണ് ഓരോ മനുഷ്യൻ്റെയും ബേസിക് ആയിട്ടുള്ള എന്താ പറയുന്നത്, അവരുടെ ജനറ്റിക്കലി നമ്മൾ സംസാരിച്ചാലും, അല്ലെങ്കിൽ ബൈ നേച്ചർ ലോ എന്ന രീതിയിൽ നമ്മൾ സംസാരിച്ചാലും, ഈ സെക്ഷൽ എനർജിയാണ് ഓരോ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അവരുടെ ഒരു ബേസിക് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെക്ഷൽ എനർജിയിലുള്ള വേരിയേഷൻസ് ആണ് പലരുടെയും ലൈഫിലെ പല താളപ്പിഴകൾക്കും പലതിൻ്റെയും ഉന്നതിയുടെയും ഘടകം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പല ആൾക്കാരെയും ഒരു മോശക്കാരെന്ന് പറയും. പക്ഷെ ആ മോശക്കാരെന്ന് പറയുന്നവരെല്ലാം സാമ്പത്തിക സ്രോതസ് ഭയങ്കര ഭദ്രത ഉള്ളവരാണ്. നമ്മൾ ഭയങ്കര മോറൽ വാല്യൂ നോക്കുന്നവരൊന്നും എവിടെ എത്തിയിട്ടുമില്ല. ഞാൻ പറയുന്നത് അത് ശരി തെറ്റെന്നുള്ള സെൻസിലല്ല. ഇതെല്ലാം ഇന്റലക്ച്വലി ചിന്തിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെയൊക്കെ ഉത്തരം കിട്ടത്തുള്ളൂ. അല്ലാതെ ചുമ്മാ ഇമോഷണലി ചിന്തിച്ച് കഴിഞ്ഞാൽ എവിടെ ഉത്തരം കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഇന്റലക്ച്വലി ചിന്തിക്കുമ്പോൾ നിങ്ങൾ ശരിയെന്ന് വിചാരിച്ചതെല്ലാം തെറ്റെന്ന് വിചാരിച്ചെല്ലാം ശരിയുമായി മാറും. അതാണ് അതിൻ്റെ വാസ്തവം എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറയുന്ന ഘടകം, ഈ പറയുന്ന സെക്ഷൽ എനർജി ഒരു വ്യക്തിയുടെ ഇപ്പം പണമായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള ഘടകം, ഞാൻ പറഞ്ഞു ഒരു അമ്മയുടെ 6 മക്കളെന്ന് പറഞ്ഞു, നിങ്ങൾ ആ 5 മക്കളെ മറന്നേക്കൂ. നമുക്കിപ്പോൾ സംസാരിക്കേണ്ട സെക്ഷൽ എനർജിയെ കുറിച്ചാണ്. ഈ സെക്ഷൽ എനർജി ഓരോ വ്യക്തിക്കും ഡിഫറെൻ്റ് ആണ്. ഓരോ വ്യക്തിയിലും ഡിഫറൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് പ്രധാനമായിട്ടും നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ സെക്ഷൽ എനർജി തന്നെ 4 ഘടകങ്ങളാണ്. ഈ 4 ഘടകങ്ങൾക്കനുസരിച്ചിരിക്കും അവരുടെ ഒരു എനർജി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഫസ്റ്റ് ഓഫ് ഓൾ സെക്സ് അപ്പീൽ എന്ന് പറയും, അറിയാമല്ലോ സെക്സ് അപ്പീൽ എന്താണെന്നുള്ളത്. 2 സെക്ഷൽ പൊട്ടൻഷ്യൽ എന്ന് പറയും.
ഈ സെക്ഷൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയോട് എങ്ങനെ ബന്ധപ്പെടുന്നു എന്നുള്ളതല്ല. സെക്സ് എന്ന് പറയുന്ന ഏരിയയിൽ നമ്മൾ എത്രമാത്രം എലിവേറ്റഡ് ആണ് എന്നുള്ളതാണ്. അടുത്തത് സെക്ഷൽ ഏർജ് എന്ന് പറയും. ഒരു ഏർജ് ഉണ്ടാവണം. ഇല്ലാത്ത വ്യക്തികളാണ് മെജോറിറ്റി ഉള്ളത്. അതേപോലെ തന്നെ ഫൈനലി ട്രിഗർ, സെക്ഷൽ ട്രിഗർ എന്ന് പറയുന്ന ഘടകം. അപ്പൊ ഈ 4 കാര്യങ്ങളിലും ഏറ്റക്കുറച്ചിലുകളുണ്ട് ഓരോ വ്യക്തിയിലും. മനസ്സിലാക്കേണ്ട ഘടകം ഞാൻ പറയുന്ന ഏറ്റവും ഡീപ്പർ സംഗതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഓരോന്നിലുമുള്ള ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് നിങ്ങളുടെ എനർജിയിൽ വേരിയേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ 4 ഘടകങ്ങൾ എന്തിനെ വെച്ചിട്ടുള്ളതാണ്? ഒരു സെക്ഷൽ എനർജി വെച്ചിട്ടുള്ളതാണ്. ആ സെക്ഷൽ എനർജി അനുസരിച്ചിരിക്കും നിങ്ങളുടെ സെക്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ ഞാൻ ഈ പറഞ്ഞേക്കുന്ന 4 ഘടകങ്ങളിൽ വേരിയേഷൻസ് ഉള്ള വ്യക്തികൾക്ക് അവർക്ക് ടോട്ടാലിറ്റി സെക്ഷൽ എനർജി വീക്കാണോ ലോ ആണോ എന്നുള്ളത് നോക്കണം. അതനുസരിച്ചിരിക്കും അവർക്ക് അവരുടെ ഭാര്യയുമായിട്ടായിക്കോട്ടെ ഭർത്താവുമായിട്ടായിക്കോട്ടെ അവർ തമ്മിലുള്ളെങ്കിൽ, ഇപ്പം ഭാര്യ ഭർത്താവുള്ള സെൻസിലല്ല ഞാൻ പറയുന്നത്, ഒരാൺ പെൺ ബന്ധത്തിലുള്ള അവരുടെ ആ ഇൻറ്റിമേറ്റ് മൊമെന്റ് പോലും അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്നതും പറ്റാതിരിക്കുന്നു. ഞാൻ പറയുന്ന പോയിന്റ് മനസ്സിലായോ? അപ്പോൾ ഈ പറയുന്ന 4 ഘടകങ്ങൾ ഉള്ള സെക്ഷൽ എനർജി ഓരോ വ്യക്തിയിലും വ്യത്യസ്തമാണ്, അല്ലേ? അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പം ഓരോ വ്യക്തിയിലും വ്യത്യസ്തമാണെന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു പുരുഷനെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളെ സ്വയം എടുത്താൽ മതി, വേറെ അങ്ങോട്ട് നോക്കണ്ട. നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിലുള്ള താല്പര്യം, 2 നോളജ്. ഏത് സെക്സ് എന്ന് പറയുന്ന കാര്യം ചുമ്മാ നമുക്ക് ജനറ്റിക്കലി ബയോളജിക്കലി ഒരു ഭാര്യയെ പ്രാപിക്കുക ഭർത്താവിനെ പ്രാപിക്കുക എന്നുള്ള ഒരു സെൻസിലല്ല ഞാൻ പറയുന്നത്. അതിനെ തന്നെ നമ്മൾ ഇമോഷണലി കാണുന്നവരുണ്ട്, ഇൻ്റലക്ച്വലി കാണുന്നവരുണ്ട്. ഒരു വ്യക്തിക്ക് സെക്സിനോട് ഭയങ്കര താല്പര്യമാണ്, ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര താല്പര്യമാണ്. പക്ഷെ ബേസിക്കലി ആ വ്യക്തിയുടെ എനർജി എന്ന് പറയുന്നത് ലോവർ എനർജി ആയിരിക്കും. അപ്പം ലോവർ എനർജിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് സൈക്കിൾ ചക്രയുമായിട്ട് അസോസിയേറ്റ് ചെയ്തേക്കുന്ന സെക്ഷൽ എനർജി ഭയങ്കര കൂടുതലാണ്. അതായത് സെക്ഷൽ എനർജി കൂടുമ്പം ഞാൻ പറയുന്നത് സെക്ഷൽ എനർജി അല്ല, അവിടെ അതിനകത്തെ 4 ഘടകങ്ങൾ ഞാൻ പറഞ്ഞു. അതിൽ സെക്ഷൽ ട്രിഗറോ ഏർജോ ആയിരിക്കും അയാൾക്ക് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അയാൾ വിചാരിക്കുന്നത് അയാൾക്ക് ഭയങ്കര സെക്ഷൽ എനർജി ആണെന്നുള്ളത്. സെക്ഷൽ എനർജി അല്ല ഡോമിനേറ്റ് ചെയ്തേക്കുന്നത്, സെക്ഷൽ ട്രിഗറോ അല്ലെങ്കിൽ സെക്ഷൽ ഏർജോ ആയിരിക്കും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ആ ഡോമിനേഷൻ്റെ ഭാഗമായിട്ട് അയാൾ ചിലപ്പം കാണുന്ന എല്ലാവരുമായിട്ടും ബന്ധപ്പെടുന്ന ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ, എല്ലാവരുമായിട്ടും ബന്ധപ്പെടുന്ന വ്യക്തിയാണ്, ഇഷ്ടംപോലെ ആൾക്കാരെ കിട്ടുന്നൊരു വ്യക്തിയാണെന്നിരിക്കട്ടെ, നമ്മളങ്ങനെ എത്ര പേരെ കണ്ടേക്കുന്നു. ഈ ബന്ധപ്പെടുന്ന ആൾക്കാരുടെ ഊർജ്ജം എന്ന് പറയുന്നത് എന്തായാലും അയാളുടെ എനർജി അനുസരിച്ചായതുകൊണ്ട് അയാൾ ബന്ധപ്പെടുന്ന വ്യക്തികളുടെ എനർജി നെഗറ്റീവ് ആയിരിക്കും, ലോവർ വൈബ്രേഷനായിട്ടായിരിക്കും അയാൾ ബന്ധപ്പെടാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും? ആ വ്യക്തിയുടെ എനർജി ലോ ആകും. ശരിയാണോ? അപ്പോൾ ആ വ്യക്തിക്ക് അവിടെ നമ്മൾ നോക്കേണ്ടത്, ഇനി അതിൽ തന്നെ പല വകഭേദമുണ്ട്. ഞാനതൊന്നും ഓപ്പൺലി പറയുന്നില്ല, കാരണം ഓപ്പൺലി പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർ അതിനെ എങ്ങനെ മിസ്യൂസ് ചെയ്യും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അതൊക്കെ ഞാൻ എൻ്റെ ക്ലാസ്സിൽ വരുന്ന പിള്ളേർക്ക് ആവശ്യമുള്ളവർക്ക് അവരുടെ പാറ്റേണൊക്കെ അനുസരിച്ച് ഞാൻ പറയത്തുള്ളൂ, വേറെ വിഷയം. കാരണം എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോരുത്തരും എടുക്കുന്നതിൻ്റെ സെൻസ് ഡിഫറെൻ്റ് ആണെങ്കിൽ അത് കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാനുള്ള ചാൻസസും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ വരെ പറഞ്ഞ് അവസാനിപ്പിച്ച് അതിൻ്റെ അടുത്ത സെൻസിലൂടെ ഞാൻ പുറം പോകാത്ത അറിയാൻ വേണ്ടിയിട്ടല്ല. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു വശമാണ് ഞാൻ പറയുന്നത്. ഒരു വശത്തിൽ അവർ ചിലപ്പം ഇൻറ്റിമേറ്റ് ആകുന്നതെല്ലാം ലോവർ വൈബ്രേഷൻ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ ചക്ര വീക്ക് ആയിക്കൊണ്ടേയിരിക്കുകയായിരിക്കും, ബ്ലോക്കേജ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയായിരിക്കും. അവനെന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഞാൻ പറഞ്ഞേക്കുന്ന ബാക്കിയുള്ള 5 മക്കൾ, 5 മക്കൾ, സൈക്കിൾ ചക്രയുടെ ബാക്കിയുള്ള 5 മക്കളെ അയാൾക്ക് കിട്ടാൻ പോകുന്നില്ല ഈ ജന്മത്ത്. അത് പ്രാപ്തമാക്കാൻ പറ്റില്ല. അത് പോകാനുള്ള എല്ലാ വഴികളും ഓരോന്നും അനുസരിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ക്ലിയർ ആയോ നിങ്ങൾക്ക്? ക്ലിയർ കട്ടായോ? കാരണം അപ്പം അവന് ഈ ഒരു താല്പര്യം തോന്നിക്കുന്നത് ചിലപ്പോൾ അവൻ്റെ ഒരു കൗമാരപ്രായത്തിലാണെങ്കിൽ, ആ കൗമാരപ്രായത്തിൽ അവന് സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്ര ആൾക്കാരെ അങ്ങനെ കാണുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ധാരാളം സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവൻ്റെ വിദ്യാഭ്യാസം പോകും, അവൻ്റെ ജോലി എന്ന് പറയുന്നത് അവന് എവിടെയും ഒരു ശാശ്വതമായ ജോലി ഉണ്ടാവുന്നില്ല, അതേപോലെ ഒരു എഡ്യൂക്കേഷൻ യോഗ്യത ഉണ്ടാവത്തില്ല.
ഇനി അതേപോലെ തന്നെ ഒരു നോളജ്, ക്രിയേറ്റീവായിട്ടുള്ള ഒന്നും അവന് ചെയ്യാൻ പറ്റത്തില്ല. ആരെങ്കിലും മെക്കാനിക്കലി ചെയ്തു വെച്ചേക്കുന്ന ഒരു കാര്യം വീണ്ടും വീണ്ടും കണ്ട് ചെയ്യാനുള്ള കഴിവുണ്ടാകുന്ന തന്നെ സംശയമാണ്. എന്നാലും അവനെ കൊണ്ട് അതേ പറ്റുള്ളൂ. ക്രിയേറ്റീവായിട്ടുള്ള ഒരു കാര്യം അവന് ചെയ്യാൻ പറ്റില്ല, സാധിക്കില്ല അവനെ കൊണ്ട്. ഇറ്റ്സ് നോട്ട് പോസിബിൾ ആക്ച്വലി. കാരണം അതിൻ്റെ കാര്യം അങ്ങനെയാണ്, അങ്ങനെയാണ് എനർജി ഫോം ആവുന്നത്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പം സെക്ഷൽ എനർജി നിങ്ങൾ വിചാരിച്ച് വെച്ചേക്കുന്നതും ആക്ച്വലി സെക്ഷൽ എനർജി ആണോ? അല്ല. ഇനി ഇതിൽ തന്നെ ഇത് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികൾ, ഇതിനകത്ത് ഒരു രീതിയിലും എനിക്ക് താല്പര്യമില്ല. അപ്പോൾ വേറെ ആൾക്കാർ വേണം പറയാം, സാറേ എനിക്ക് താല്പര്യമില്ല, അപ്പോൾ എന്തുകൊണ്ടും എനിക്ക് പണം വരുന്നില്ലല്ലോ. അതും പ്രശ്നമാണ്. കാരണം ബാലൻസിൽ നിൽക്കേണ്ട ഒരു സംഗതി വീക്കാണെങ്കിലും അത് ഹൈ ആണെങ്കിലും പ്രശ്നമാണ് ഈ പറഞ്ഞു വരുന്നത്. നമ്മളെല്ലാം ബാലൻസിലാണ് നിൽക്കേണ്ടത്. അല്ലാതെ ഒരു കാര്യത്തിൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, അപ്പോൾ സ്ത്രീകൾ എനിക്കതിനോട് വലിയ താല്പര്യമൊന്നുമില്ല സാറേ, അത് പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലാതെ നിൽക്കുമ്പോൾ എന്താ ആക്ച്വലി അവിടെയും ബ്ലോക്കേജ് സംഭവിക്കുന്നത്. സെക്ഷൽ എനർജി നമ്മൾ ടോട്ടാലിറ്റി നോക്കിയാൽ നമ്മൾ 4 ഘടകങ്ങളിൽ അതിലേതെങ്കിലും ഒന്ന് വീക്കായിരിക്കും. അപ്പോൾ നമുക്ക് ടോട്ടാലിറ്റി പറയാം സെക്ഷൽ എനർജി വീക്കായിരിക്കും. സെക്ഷൽ എനർജി വീക്കാക്കി നിർത്തിയിട്ട്, അതായത് ബയോളജിക്കലി ജനറ്റിക്കലി എല്ലാ രീതിയിലും പ്രകൃതിയാലുള്ള ഒരു എനർജി വീക്കാക്കി നിർത്തിയിട്ടാണ് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തേക്കുന്ന ബാക്കി പണം, ജോലി, സമ്പത്ത്, ഇത് ഇങ്ങനെയുള്ള പല കാര്യത്തിലേക്കും അവർ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അവിടെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഇപ്പം ഞാൻ പറയുന്നതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ കടം വീട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഇൻ്റലക്ച്വൽ സ്റ്റെപ്സ് എടുക്കുന്നതോ, അല്ലെങ്കിൽ നിങ്ങൾ കുറേ സംഗതികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ കുറേ പണം അവിടെ നിക്ഷേപിക്കുന്നു, അല്ലെങ്കിൽ കുറേ മണി ബാങ്കിൽ സേവ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ കുറേ അഫർമേഷൻ പറയുന്നു, ഇതൊന്നുമല്ല ഘടകം. അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ എനർജി എവിടെയാണ്? സൈക്കിൾ ചക്ര വീക്കാകാൻ ഞാൻ പറഞ്ഞു. ഇപ്പം സെക്ഷൽ എനർജിയിൽ തന്നെ എന്തൊക്കെ തരത്തിലുള്ള ബോധ്യത്തിൽ ഓരോരുത്തരും ജീവിക്കുന്നത്, ഓരോ വ്യക്തികളും ജീവിക്കുന്നത്, ഇതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുകയാണ്. അപ്പോൾ ഈ ഇൻഫ്ലുവൻസ് സംഭവിക്കുമ്പോൾ സൈക്കിൾ ചക്ര വീക്കാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ കൂട്ടത്തിലുള്ള ജ്യേഷ്ഠൻ അല്ലെങ്കിൽ അനിയനായിരിക്കുന്ന പണത്തെ അത് സ്വാധീനിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാ അത് പറയുന്നത്? സെക്ഷൽ എനർജി ഞാൻ എന്തിനാ പറയുന്നത്? പണത്തിൻ്റെ കാര്യത്തിനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കോറിലേറ്റഡാണ്. ഈ കോറിലേഷൻ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലർക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതല്ലാതെ നിങ്ങൾ ആക്ഷൻ എടുക്കാത്തതുകൊണ്ടോ അങ്ങനെയാണെങ്കിൽ നമ്മൾ പണ്ട് തൊട്ട് കഷ്ടപ്പെടുന്നതിന് പൈസ, എന്താ കഷ്ടപ്പെടുന്നതിന് പൈസ ഉണ്ടാവാത്തത്? എന്താ ഒരുപാട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കിടന്ന് മടക്കുന്നവൻ എന്താ കോടീശ്വരനാവാത്തത്? എനർജിയെ കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ അറിയാവുന്നവൻ പൈസ ഉണ്ടാക്കും. എനർജി അത് ഏത് തരത്തിലുള്ള എനർജിയാണ്, എസ്പെഷ്യലി സെക്ഷൽ എനർജിയൊക്കെ അത് പറഞ്ഞു. ഇതൊക്കെ വളരെ വളരെ ചെറിയ സർക്കിളിൽ ഉള്ള അറിവുകളാണ്. ഇന്നിതിപ്പം ലോ ഓഫ് അട്രാക്ഷൻ്റെ ഭാഗമായിട്ടല്ല, ലോകത്തിലിപ്പം സ്പിരിച്വൽ എസൻസ് കമ്പാരിറ്റീവ്ലി കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇത് എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാരിലേക്ക് അറിവ് എത്തുമ്പോഴും ഇത് മനസ്സിലാകാത്ത ആൾക്കാരിലേക്ക് അറിവ് എത്തുന്നതുകൊണ്ട് ആൾക്കാർ ഇതിൻ്റെ സെൻസ് മനസ്സിലാക്കത്തില്ല. ആൾക്കാർ ഇപ്പോഴും LKG സിലബസ് ആയിട്ടുള്ള ആസ്ക്, ബിലീവ്, റിസീവ് നിൽക്കുകയാണ്. അവിടെ നിന്നൊക്കെ നമ്മൾ കടന്നു പോയിട്ട് നാളുകൾ എത്രയായി. ഇതിൻ്റെ എല്ലാ ഏരിയയും കഴിയുമ്പോഴാണ് ഒരു ആസ്ക്, ബിലീവ്, റിസീവ്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ, ഇങ്ങനെയുള്ള മൈന്യൂട്ട് കാര്യങ്ങളുടെ ഔട്ട്പുട്ടാണ് ആസ്ക്, ബിലീവ്, റിസീവ്. അപ്പം എന്തുകൊണ്ട് ലോ ഓഫ് അട്രാക്ഷൻ ഫോളോ ചെയ്യുന്ന 10, 12, 15 വർഷമായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ അറിയാം, സീക്രട്ട് വായിച്ചിട്ടും എവിടെ എത്താത്തതിൻ്റെ കാരണം സൈക്കോളജിയിൽ യാതൊരു ചേഞ്ചും ഇല്ല. നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളും നിങ്ങളെടുക്കുന്ന ആക്ഷൻസും എല്ലാം പണ്ടത്തെ തന്നെയാണ്. പണ്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്തു അതൊക്കെ തന്നെ നിങ്ങൾ ഇപ്പോഴും ചെയ്യുന്നത്. ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ ഇൻ്റലക്ച്വലി അല്ല തീരുമാനിക്കുന്നത്, ഇമോഷണലി ആണ്. അപ്പോൾ ഇമോഷണൽ ഡിസിഷൻസ് എടുക്കുന്ന വ്യക്തിയുടെ ലൈഫിൽ എന്ത് മാറ്റം വരാനാണ്? ഇനി അതിൽ തന്നെയാണ് ഞാൻ പറഞ്ഞ സെക്ഷൽ എനർജിയുടെ കാര്യത്തിൽ വരുമ്പോൾ നിങ്ങൾ താമസിക്കുന്ന ഒരു കർമ്മ പാർട്ണറുടെ കൂട്ടത്തിലാണെങ്കിലോ, നിങ്ങളൊരു നെഗറ്റീവ് സോൾമേറ്റ് കൂട്ടത്തിലാണ് താമസിക്കുന്നെങ്കിലോ, എനർജി എക്സ്ചേഞ്ചിലൂടെ നമ്മൾ നോർമൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയാം. അപ്പോൾ നിങ്ങൾ താമസിക്കുന്ന ഒരു നെഗറ്റീവ് സോൾമേറ്റിൻ്റെ കൂടെ, ഒരു കർമ്മ പാർട്ണറിൻ്റെ കൂടെ ആണെങ്കിൽ അവരുടെ ഊർജ്ജം കമ്പാരിറ്റീവ്ലി ലെസ് ആണെങ്കിൽ, അവരുടെ ഊർജ്ജം ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിങ്ങളുടെ കർമ്മ പാർട്ണർ എന്ന് പറയുന്ന ആ വ്യക്തി ഭയങ്കര ഡോമിനേറ്റിംഗ് ക്യാരക്ടർ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഡോമിനേറ്റിംഗ് ക്യാരക്ടർ നിങ്ങളുടെ ലൈഫിനെ പല രീതിയിൽ ശിഥിലമാക്കിക്കൊണ്ടിരിക്കും. അപ്പം ഈ പറയുന്ന നമ്മൾ തോന്നുന്നു അവർക്ക് ഭയങ്കര പൈസയാണല്ലോ, പക്ഷെ അവരുടെ പൈസയൊക്കെ എന്താ പറയുന്നത്, ഒന്നും അവർക്ക് ഉപകാരപ്പെട്ട രീതിയിലായിരിക്കില്ല, എല്ലാം ലോസ് ആയിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ പൈസ ഉണ്ടെന്ന് തോന്നും, പക്ഷെ അവർക്ക് മണി ലോസ് ആയിരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ മനസ്സിലാക്കി തിരുത്തുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഇത് പറഞ്ഞില്ലേ. അല്ലാതെ
ഒരു സാധാരണ നമ്മൾ മനസ്സിലാക്കിക്കുക, ഞാനും സാധാരണ കുടുംബത്തിൽ ജനിച്ചൊരു വ്യക്തിയാണ്. പക്ഷെ സാധാരണ കുടുംബത്തിൽ ജനിച്ച് സാധാരണ നോളജിൽ ജീവിച്ചൊരു വ്യക്തി ആ നോളജ് കൊണ്ട് നമുക്ക് എവിടെ എത്താൻ പറ്റത്തില്ല എന്നുള്ള റിയലൈസേഷനോട് വന്ന് പ്രകൃതി പഠിപ്പിച്ചത്, ഇതൊക്കെ പ്രകൃതിയാണ്, നിങ്ങളും ഞാനും എല്ലാം പ്രകൃതി തന്നെയല്ലേ, അതിൽ നിന്ന് വന്നേക്കുന്ന നമുക്ക് കിട്ടേണ്ട ആവശ്യമുള്ള നോളജ് ജീവിതത്തിൽ പകർത്തി ചിന്തിച്ചും അതിൽ മാറ്റം ഉണ്ടാക്കി ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് ശരിയാണോ തെറ്റാണോ എന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടാണ് ഞാനിതൊക്കെ പറയണേ. നമുക്ക് പറഞ്ഞില്ല, ഓരോ പ്രായത്തിൽ നമ്മൾ ഓരോന്ന് നമ്മൾ കീനായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നില്ല. നമ്മളെ കീനായിട്ട് ഒബ്സർവ് ചെയ്താൽ നമ്മുടെ പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സെക്ഷൽ എനർജി എന്ന് പറയുന്നത് ഇപ്പോൾ ഗൃഹസ്ഥന്മാർ, കല്യാണം കഴിച്ചവർ ഒരു കുടുംബത്തെ മാന്യമായിട്ട് നോക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവനെന്നും ലോൺ അടയ്ക്കാനും അതേപോലെ തന്നെ കടം വാങ്ങിച്ച പൈസ വീട്ടാനും അതല്ലെങ്കിൽ എന്താ പറയുന്നത് പലതരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് പലർക്കും കല്യാണം കഴിച്ചു കഴിയുമ്പോൾ ഇത്രയും ഇഷ്യൂസ് ഉണ്ടാകുമെന്ന് വെച്ചാൽ ഇതാണ് കാരണം, സെക്ഷൽ എനർജി. അപ്പോൾ നിങ്ങൾ എനിക്ക് എൻ്റെ ഭാര്യയില്ല ജീവിക്കാൻ പറ്റത്തില്ല, എൻ്റെ ഭർത്താവില്ല ജീവിക്കാൻ പറ്റത്തില്ല. യെസ്, ഇതാണ് നമുക്ക് ഉണ്ടാക്കി വെച്ചേക്കുന്ന കുരുക്കെന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ കുരുക്ക്. ഈ കുരുക്കിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ നമ്മുടെ സോളിൻ്റെ എനർജി ലെവൽ ഹൈ ആക്കാനുള്ള കാര്യങ്ങൾ പഠിച്ച് അവനവൻ അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യാത്തിടത്തോളം കാലം എനർജിയിൽ ഒരു ഷിഫ്റ്റ് സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ 10 അഫർമേഷൻ പറഞ്ഞുകൊണ്ട് എന്താ എനർജി വേരിയേഷൻ വരുന്നത്? വേർഡ് ബിക്കം തിങ്സ് ആവും. പക്ഷേ അവിടെ വേർഡ് ബിക്കം തിങ്സ് ആകും പലർക്കും എന്താ ഇത്രയും സമയം എടുക്കുന്നത്? കാരണം ഈ എനർജിയിലുള്ള എനർജി വേരിയേഷൻസ് ഉണ്ടാകും. അപ്പോൾ എനർജി ഹൈ ആക്കാനുള്ള പരിശീലനം, പ്രാക്ടീസ്, അത് പഠിക്കണം. അത് അറിയാതെ പഠിക്കണം. നിങ്ങൾ യൂട്യൂബ് നോക്കി എത്ര നാൾ വേണമെങ്കിലും ഇരുന്നുള്ളൂ. പക്ഷേ എത്ര നാൾ ഇപ്പം 4 വർഷം ആയി കാണും അല്ലേ? 4 വർഷം. ഈ 4 വർഷത്തിനുള്ളിൽ ഇത്രയും യൂട്യൂബ് ചാനൽ, ഇത്രയും നോളജ് കിട്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി? ഇൻ ദ സെൻസ് ആസ് എ പേഴ്സൺ നിങ്ങളുടെ ഡെവലപ്മെൻറ്റ് എത്രമാത്രം ഉണ്ടെന്ന് സ്വയം വിലയിരുത്തി നോക്കും. ആ വിലയിരുത്തലിനകത്ത് നിങ്ങളുടെ എനർജി ഹൈ ആക്കാനുള്ള പ്രാക്ടീസസും കാര്യങ്ങളും ഒന്നും നിങ്ങൾ ചെയ്യാതെ നിങ്ങൾ യൂട്യൂബിൽ കിട്ടുന്ന നോളജ് മാത്രം വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് പലർക്കും എവിടെ എത്തിപ്പെടാൻ പറ്റാത്തത്. ആത്യന്തികമായിട്ട് സക്സസ് ആകുന്ന ഒരുത്തരും മടിയനല്ല. സക്സസ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുത്തനും വെറുതെ കൈയും കിട്ടിയിരിക്കത്തുമില്ല. അവൻ്റെ ബ്രെയിനെ ഉപയോഗിക്കാൻ നോക്കും. ആ ബ്രെയിനെ ഉപയോഗിക്കാൻ പറ്റാത്ത തലത്തിലേക്ക് നിങ്ങളുടെ എനർജി എനർജി വീക്ക് ആയതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അതിന് പ്രാക്ടീസ് അതല്ലാതെ വേറെ മാർഗമേ ഇല്ല. ഇത് കൃത്യമായിട്ടും നമ്മൾ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇത് പഠിച്ചാലും തീരാത്ത വിഷയമാണ്. ഞാൻ ഈ 4-5 വർഷം കൊണ്ട് ഞാൻ ഓരോ ദിവസം എടുക്കുന്ന എഫേർട്ടിൻ്റെയാണ് ഓരോ ദിവസം കഴിയുന്നതോറും നമുക്ക് തെളിഞ്ഞ് വരികയാണ്. എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഒരാളെന്നോട് ചോദിച്ചാണ്. അപ്പോൾ ഇതിങ്ങനെ തെളിഞ്ഞ് വരുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് എനിക്ക് പല ഒരു ലൈഫിൻ്റെ പല പെർസ്പെക്റ്റീവ്സ് പറഞ്ഞു തരാൻ കഴിയുന്നത്, പല പെർസ്പെക്റ്റീവ്സ്. അപ്പോൾ അങ്ങനെ ഫോക്കസ്ഡ് ആവുന്ന വ്യക്തികൾക്ക് മാത്രമേ ഹൈ സക്സസ് പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെയുള്ള ആൾക്കാർക്ക് അങ്ങനെയൊക്കെ പോയാൽ മതി ആണെങ്കിൽ അങ്ങനെ അവർ പോകത്തുള്ളൂ. അതിന് ഇനി എന്ത് ബലം പിടിച്ചെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ലൈഫിൻ്റെ സക്സസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വപ്നത്തിൻ്റെ തീവ്രത അനുസരിച്ചിരിക്കും. അപ്പോൾ നിങ്ങളുടെ സ്വപ്നത്തിന് തീവ്രതയുണ്ട്, പക്ഷെ എന്തുകൊണ്ട് എത്താൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ എനർജി വീക്ക് ആയതുകൊണ്ടാണ്. അപ്പോൾ എനർജി വീക്ക് ആണെങ്കിൽ എനർജി ഹൈ ആക്കാനുള്ള മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച് അതിനെ ഫോക്കസ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ട്രാക്കിലൊക്കെ നമുക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ തന്നേക്കുന്ന നമ്മുടെ സൈക്കിൾ സ്വാധിഷ്ഠാന ചക്രയെ വെച്ചിട്ടുള്ള 3, ഇതിപ്പോൾ ചിലപ്പോൾ 3ാമത്തെ വീഡിയോ ആയിരിക്കും, 4ാമത്തെ വീഡിയോ ആയിരിക്കാം. നിങ്ങൾ ഈ വീഡിയോസ് എല്ലാം ഇരുന്ന് കീനായിട്ട് ഒബ്സർവ് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ പറയുന്നതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാകത്തുള്ളൂ. ചിലപ്പോൾ ഒരു തവണ കേട്ടാൽ മനസ്സിലാവണമെന്നില്ല, പല തവണ ആവർത്തിച്ച് കേട്ടെങ്കിൽ ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ സീരിയസ്നെസ് മനസ്സിലാക്കി എന്താ പോംവഴി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ക്ലാസ് ഉണ്ട്, ഞാൻ പഠിപ്പിച്ചു തരാം. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ മതി. എനർജി വേരിയേഷൻസ് വരും. എല്ലാ വേരിയേഷൻസും വന്നു കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അത് നിങ്ങൾക്ക് പണം വന്നേ പറ്റുള്ളൂ. എന്തെങ്കിലും അത്തരത്തിലുള്ള അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ I can help you. Okay. Thank you.